അതിനായിട്ട് ഞാൻ തന്നെ ഇതേപോലെ 1-2 മുട്ടത്തോട് മതി അത് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ചൂട് ചോറാണ് കേട്ടോ. ചൂട് ചോറിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മുട്ടയുടെ എല്ലാ ഒരു എസൻസും അതിനകത്ത് പിടിച്ച് കിട്ടും. ആ മുട്ടത്തോടിനകത്ത് ചോറിനകത്തോട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂട് ചോറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എലിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് എലിയുടെ വരുന്ന പൊത്തുണ്ടല്ലോ ആ ഭാഗത്തെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഇതിനകത്ത് കർപ്പൂരമാണ് തേച്ച് കൊടുക്കുന്നത്. എൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും. മുട്ടത്തോടും കർപ്പൂരവും കൂടെ ചെല്ലുമ്പോഴത്തേന് വയറെല്ലാം പ്രശ്നമാകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കർപ്പൂരം പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി പറയുന്നില്ല. എത്രമാത്രം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക, കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ കർപ്പൂരം 3-4 ആകുമ്പോഴത്തേന് ആ ഒരു സ്മെല്ലടിച്ചിട്ട് എലി കഴിക്കാതെ പോകും. ഇതാകുമ്പോഴത്തേന് ഇത്ര ചോറിന് 2 കർപ്പൂരം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഒട്ടും വേസ്റ്റ് ആകാതെ അതിൻ്റെ വയറ്റിൽ പോകണമല്ലോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതേപോലെ കൊച്ചുരുളകളാക്കുക കേട്ടോ. ചെറിയ ഉരുളകളാക്കി എലിക്ക് വെച്ച് കൊടുക്കാവുള്ളൂ. കാരണം അതെടുത്ത് വിഴുങ്ങുമ്പോഴത്തേനും ആ തോടും ആ കർപ്പൂരവും എല്ലാം എൻ്റെ വയറ്റിൽ പോയിക്കോളും. പിന്നെ നമുക്ക് ഇതിനകത്തോട്ടൊരു ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കരയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു സ്വല്പം അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എലിപ്പൊത്ത് ഉള്ള സ്ഥലത്തൊക്കെ 1-2 ഉരുള കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അകത്താണ് എലി വരുന്നതെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. കൊച്ചെലികളൊക്കെ അകത്തൊക്കെ കയറുന്നവരുടെ വീട്ടിൽ ഇതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ എലി പൊത്തുള്ള സ്ഥലത്തൊരു പേപ്പറിനകത്തോട്ടാക്കി വെച്ച് കൊടുക്കുക. തീർച്ചയായിട്ടും അത് കഴിച്ചിട്ട് പോകും. നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ.